അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാനത്തെ ആയത്താണ് ഇന്ന് പഠിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കാത്ത ബഹുദൈവ വിശ്വാസികൾ, പരലോക വിശ്വാസത്തെ നിഷേധിക്കുന്ന ബഹുദൈവ വിശ്വാസികൾ അള്ളാഹുവിൻ്റെ സത്യദീനിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തി തങ്ങളെ കൂടി ഉൾക്കൊള്ളണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്ന ബഹുദൈവ വിശ്വാസികൾ, ഇവരെയാണ് ഈ സൂറത്ത് പ്രധാനമായും അഭിസംബോധന ചെയ്തത്. ഇവരുടെ നിലപാടുകളെ ഈ സൂറത്തിൽ ശക്തമായി ആക്ഷേപിക്കുന്നുണ്ട്. ഇവർക്ക് പാഠമായി കൊണ്ട് ഉദാഹരണങ്ങളും സംഭവങ്ങളും വിവരിച്ചുകൊണ്ട് ഇവർക്ക് താക്കീതുകളും മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട്. ഇക്കാര്യങ്ങൾ മൊത്തത്തിൽ സംഗ്രഹിച്ചുകൊണ്ടാണ് 110 ആയത്തിൽ ഈ സൂറത്ത് സമാപിക്കുന്നത്. ഖുൽ, നബിയെ താങ്കൾ പറയുക, ആമുഖത്തിൽ പറഞ്ഞ നിലപാടുകളുള്ള ഈ ബഹുദൈവ വിശ്വാസികളോട് നബിയെ താങ്കൾ പ്രഖ്യാപിക്കുക, ഇന്നമാ അന ബശറും മിഥുലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന്. എനിക്ക് ദൈവികമായ കഴിവുകളൊന്നുമില്ല, എനിക്ക് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തവുമില്ല. ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എന്നെ തിരഞ്ഞെടുത്തു എന്നത് മാത്രമേ നിങ്ങളിൽ നിന്നും വ്യത്യാസമായി എനിക്കുള്ളൂ. നിങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളിൽ ഇടപെടാനോ മാറ്റം വരുത്താനോ അമാനുഷികമായ പ്രകടനങ്ങൾ നടത്താനോ എനിക്ക് സ്വന്തമായി കഴിയില്ല. ഞാൻ ചെയ്യുന്നതൊക്കെ എനിക്ക് ലഭിച്ച ദിവ്യ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ദിവ്യ സന്ദേശത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്: യൂഹ ഇലയ്യ, എന്നിലേക്ക് ദിവ്യബോധനം നൽകപ്പെട്ടിട്ടുണ്ട്, എനിക്ക് വഹ്യ് ദിവ്യ സന്ദേശം നൽകപ്പെട്ടിട്ടുണ്ട്. അന്നമ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ദൈവം, ഏകനായ ദൈവം മാത്രമാണ് എന്ന്. ഏകനായ അള്ളാഹു മാത്രമേ ദൈവമായി ഉള്ളൂ എന്ന കാര്യം നിങ്ങളെ അറിയിക്കാനാണ് പരമപ്രധാനമായും ഞാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ എന്ന കാര്യം ഞാൻ ആ ദൈവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ദിവ്യ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പ്രഖ്യാപിക്കുകയാണ്. അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ പാരത്രിക മോക്ഷത്തിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഇതറിയിക്കുന്നത്. അതുകൊണ്ട് ഫമൻ ഖാന യർജു ലിഖാ റബ്ബിഹി, അതുകൊണ്ട് ആരെങ്കിലും തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഏകനായ ദൈവത്തെ അംഗീകരിക്കുന്നുവെങ്കിൽ, ആ ദൈവത്തിനു മുമ്പിൽ മരണാനന്തര ജീവിതത്തിൽ ഹാജരാവേണ്ടി വരുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, കരുതുന്നുവെങ്കിൽ, റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് പ്രതീക്ഷയോടെ ആരെങ്കിലും കാത്തിരിക്കുന്നുവെങ്കിൽ, ഫൽയഅമൽ അമലൻ സാലിഹ, അവൻ സൽക്കർമ്മം ചെയ്തുകൊണ്ടിരിക്കട്ടെ. ദൈവത്തെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവൻ, ദൈവത്തിനു മുമ്പിൽ തൻ്റെ പ്രവർത്തനങ്ങളുടെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് കരുതുന്നവൻ, അത് സന്തോഷകരമായ ഒരു കണ്ടുമുട്ടലാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കട്ടെ. വലാ യുശ്രിക് ബി ഇബാദത്തി റബ്ബിഹി അഹദ, തൻ്റെ റബ്ബിനുള്ള ഇബാദത്തിൽ ആരെയും അവൻ പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. വലാ യുശ്രിക്, അവൻ പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. ബി ഇബാദത്തി റബ്ബിഹി, തൻ്റെ റബ്ബിന് ഇബാദത്ത് ചെയ്യുന്നതിൽ, തൻ്റെ റബ്ബിന് ആരാധനകൾ അർപ്പിക്കുന്നതിൽ, തൻ്റെ റബ്ബിന് കീഴ്പ്പെട്ട് തൻ്റെ റബ്ബിനെ അനുസരിച്ച് ജീവിക്കുന്നതിൽ അഹദൻ, ഒരാളെയും. അള്ളാഹു ഏകനാണ്, അവൻ്റെ കൂടെ പങ്കാളികളെ ചേർത്തുകൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുദൈവാരാധന വലിയ പാപമാണ്. അതിൽ നിന്ന് നിങ്ങൾ പിന്മാറുക. മരണാനന്തരമുള്ള ജീവിതം അനിവാര്യവും സുനിശ്ചിതവുമാണ്. അവിടെ റബ്ബിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന നല്ല ബോധത്തോടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുക എന്ന കാര്യം ബഹുദൈവ വിശ്വാസികളും പരലോക നിഷേധികളുമായ തൻ്റെ പ്രബോധിത സമൂഹത്തെ ഉത്ബോധിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അള്ളാഹു ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. പരലോക ജീവിതവും പരലോക വിശ്വാസവും തന്നെയാണ് ഈ സൂറത്തിൻ്റെ അടിസ്ഥാന പ്രമേയം. അൽഹംദുലില്ലാ, സൂറത്തുൽ കഹ്ഫിൻ്റെ പഠനവും നാം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. അള്ളാഹുവിന് ഒരുപാട് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നതോടൊപ്പം വീഴ്ചകൾ അള്ളാഹു പൊറുത്തു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇൻഷാ അള്ളാഹ് ഈ സൂറത്തിൻ്റെ സംഗ്രഹം ഇനിയുള്ള ഏതാനും ദിവസങ്ങളിൽ പറയുന്നതാണ്. അതിനുശേഷം നമുക്ക്
പുതിയ സൂറത്തിൻ്റെ പഠനം ആരംഭിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.